ഗരംപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഈ സ്ഥലത്തിന്റെ പേര് ഗരംപൂർ എന്ന് എന്തുകൊണ്ടായെന്നാൽ കാരണം ഈ ഗ്രാമത്തിൽ സൂര്യന്റെ ചൂടിന്റെ ശക്തി മറ്റുള്ള ഗ്രാമങ്ങളെക്കാൾ അധികമായിരിക്കും. അതുകൊണ്ട് ഇവിടെ വെയിൽ കാലത്ത് മറ്റുള്ള ഗ്രാമങ്ങളെക്കാൾ വളരെ അധികം വെയിലുണ്ടാകും. ഇവിടെ ഒരേ ഒരു കടയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ജമീന്ദാർ അമ്മയുടേതാണ്. അവർ ഫാൻ വ്യാപാരം ചെയ്യുകയായിരുന്നു. ഒരു ദിവസം ഒരാൾ ജമീന്ദാർ അമ്മയുടെ കടയിലേക്ക് ഫാൻ വാങ്ങാനായി വന്നു. അവിടെ അമ്മയുടെ ജോലിക്കാരൻ ദക്ഷ് ഇരിക്കുകയായിരുന്നു. ദക്ഷൻ ചേട്ടാ, ഇപ്പോഴൊരു 3 മാസം മുമ്പല്ലേ നിങ്ങളടുത്ത് ഫാൻ വാങ്ങിട്ട് പോയത്. പക്ഷെ ഇന്ന് വീണ്ടും റിപ്പയർ ആയിട്ടുണ്ട്. ഞാൻ എത്രയോ പ്രാവശ്യം ശരിയാക്കിയിട്ടുണ്ട്, പക്ഷെ എന്നാൽ അത് ഓടുന്നില്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? നിന്റെ ഫാൻ റിപ്പയർ ആയാലും ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ വേണമെങ്കിൽ വേറെ ഒരു കാര്യം ചെയ്യാം. നീ എന്റെ അടുത്തുനിന്ന് പുതിയ ഫാൻ വാങ്ങിച്ചോളൂ. വളരെ നല്ലൊരു ഫാൻ തന്നേക്കാം. ഈ ഫാൻ നിങ്ങൾ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞല്ലേ വിറ്റത്, പക്ഷെ അത് ഇപ്പൊ തന്നെ അങ്ങ് റിപ്പയർ ആയിട്ടുണ്ട്. ചേട്ടാ, പുതിയത് വാങ്ങിച്ചോളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് സ്ഥലം വിട്ടേക്ക്. ആവശ്യമില്ലാതെ എന്റെ സമയം ഒന്നും കളയല്ലേ. എങ്ങനെ ആയാലും വെയിൽ കാലം വരാൻ പോവുകയാണ്. ഫാന് വാങ്ങാണ്ട് പോയാലേ പിന്നെ മീൻ തുടിക്കുന്ന പോലെ തുടിച്ചേക്കണം. കാരണം ഇവിടെ ഫാൻ വിൽക്കുന്നത് ഈ ജമീന്ദാർ അമ്മന്റെ വീട്ടിൽ മാത്രമല്ലേ. അയാൾ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് ദക്ഷിനോട് എന്തു പറഞ്ഞെന്നാൽ, ശരി തന്നേക്ക് ചേട്ടാ, ഫാന് വാങ്ങാണ്ട് പോയാലേ എന്റെ കുട്ടികൾ വെയിൽ കാലത്ത് വല്ലാതെ കഷ്ടപ്പെടും. അയാൾ ദക്ഷിൽ നിന്നും ഫാൻ വാങ്ങി, അതും കോസ്റ്റ്ലി ആയ ഫാൻ. എന്നിട്ട് വീട്ടിലേക്ക് പോയി. അന്ന് വൈകുന്നേരം തന്നെ ജമീന്ദാർ അമ്മ തന്റെ കടയിലേക്ക് വന്നു. പറയൂ ദക്ഷ്, ഇന്ന് എത്ര ഫാനാണ് വിറ്റത്? പിന്നെ എത്ര പേർ റിപ്പയർ ആയ ഫാൻ എടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നു? അത് കുറെ പേര് വന്നിരുന്നു. അവരുടെ റിപ്പയർ ആയ ഫാൻ എടുത്തിട്ട് വന്നിട്ട് പിന്നെ ഞാൻ ഇന്ന് കുറെ ഫാൻ വിറ്റിട്ടുണ്ട്. നിങ്ങളെ പാരാട്ടിയേ പറ്റുള്ളൂ ജമീന്ദാർ അമ്മേ. നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനം വെച്ച് നിങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കുന്ന അറിയോ? പഴയ റിപ്പയർ ആയ ഫാന് പുതിയ ഫാൻ എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തല്ലേ പറ്റൂ. നല്ല ഫാൻ വ്യാപാരം ചെയ്താൽ പിന്നെ ഇവർ എന്റെ അടുത്തേക്ക് വരില്ലല്ലോ. ജമീന്ദാർ അമ്മ ഓരോ വർഷവും കൂടുതൽ വിലയ്ക്ക് ഫാൻ വിറ്റു. അതേ ഗ്രാമത്തിൽ തരുൺ എന്ന പേരുള്ള ആള് തന്റെ ഭാര്യ ശാലുവിനോടൊപ്പം ജീവിച്ചു വന്നു. ഒരു ദിവസം തരുണിന്റെ വീട്ടിലെ ഫോണും റിപ്പയർ ആയി. അതിന് അദ്ദേഹത്തിന്റെ ഭാര്യ ഷേലു പറഞ്ഞു, ദേ നോക്കൂ, 3-ാമത്തെ വർഷം 3-ാമത്തെ ഫാനും റിപ്പയർ ആയി. കല്യാണം കഴിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? നീ പറഞ്ഞാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലും പിടിച്ചു തരാമെന്ന് പറഞ്ഞു. സൂര്യന്റെ വെളിച്ചം നിന്റെ ശരീരത്തിൽ കൊള്ളാതെ നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ എന്റെ അവസ്ഥ കണ്ടോ? ഓരോ വർഷവും ഞാൻ കൈകൊണ്ട് കാറ്റ് വീശേണ്ടിയിരിക്കുന്നു. അയ്യോ ഷേലു, ഞാൻ നിന്റെ അടുത്ത് എന്ത് പറയാനാ? ഗ്രാമത്തിലുള്ളവരെല്ലാവരുടെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ആരുടെ ഫാനും ഒരു 7 മാസത്തിന് മേലെ ഓടുന്നേ ഇല്ല. എന്റെ അച്ഛൻ എന്നെ AC-യിലാണ് വളർത്തിയത്. പക്ഷെ 1 വർഷമായാൽ മതി, ഉടനെ നിങ്ങളുടെ ഫാന് റിപ്പയർ ആകും. പക്ഷെ ഈ വെയിൽ അംഗീകരിക്കാൻ ഞാനിപ്പോൾ തയ്യാറായി. നിങ്ങളോടൊപ്പം ഞാൻ ജീവിച്ചല്ലേ പറ്റൂ. പക്ഷെ നിങ്ങളൊന്ന് തിരക്കി നോക്കൂ, ഈ ഫാൻ ഇങ്ങനെ റിപ്പയർ ആകാൻ കാരണം എന്താണെന്ന്. നീയും പറയുന്നത് ശരി തന്നെയാണ്. ശരി, ഞാൻ ആദ്യം ഈ ഫാൻ എടുത്തിട്ട് പോയിട്ട് കടയ്ക്ക് പോയിട്ട് ശരിയാക്കി കൊണ്ടുവന്നേക്കാം. ഒരു പക്ഷേ ഈ ഫാൻ ആരെങ്കിലും ശരിയാക്കിട്ട് തരുന്നുണ്ടോ നോക്കട്ടെ, പോയിട്ട് വരാം. തരുൺ ആ ഫാൻ എടുത്തുകൊണ്ട് ജമീന്ദാർ അമ്മയുടെ കടയിലേക്ക് ചെന്നു. എന്നിട്ട് നോക്കി, അവിടെ കടയിൽ ജമീന്ദാർ അമ്മയും ദക്ഷിനോടൊപ്പം ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മാറി മാറി സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് തരുൺ അവിടെ വന്ന് നിന്നത് അവർ ശ്രദ്ധിച്ചില്ല. തരുൺ അവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരുന്നു. അല്ല, നീ എന്ത് ഫാനാ വിൽക്കുന്നത്? ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, നല്ല ഫാനൊക്കെ എടുത്ത് തനിയെ വയ്ക്ക്. പിന്നെ കസ്റ്റമേഴ്സ് കൊണ്ടുവരുന്ന പഴയ റിപ്പയർ ആയ ഫാന് ചെറുതായിട്ട് ശരിയാക്കി അവർക്ക് തന്നെ വിൽക്ക്. നല്ല ഫാനൊക്കെ എന്റെ സ്വന്തക്കാർക്ക് മാത്രമേ ഞാൻ നൽകൂ. ഈ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് പഴയ ഫാന് വിറ്റാൽ മതി നീ. ശരി ജമീന്ദാർ മുതലാളി അമ്മേ, ഞാനത് അറിയാണ്ട് വിറ്റിട്ട് പോയി. പക്ഷെ നിങ്ങൾ അതിനെ പറ്റി ഒന്നും വിഷമിക്കണ്ട. ഞാനത് അവരെടുത്ത് 3 മടങ്ങായിട്ടാണ് പണത്തിലേക്ക് വിറ്റിരിക്കുന്നത്. തരുൺ അവർ സംസാരിക്കുന്നത് കേട്ടിട്ട് ആകെ സ്തംഭിച്ചു പോയി. എന്നിട്ട് ജമീന്ദാർ അമ്മയോട് പറഞ്ഞു, എന്ത്, നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ റിപ്പയർ ആയ ഫാൻ ഞങ്ങളെടുക്ക വിൽക്കുന്നത്? അത് പിന്നെ നീ എങ്ങനെ എവിടെ എത്തിയത്? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ദക്ഷ്, എടാ കുരുടാ, ഇവൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്ക് കണ്ടൂടേടാ? ഇവിടെ നോക്ക് മാഡം, ഇവൻ നിങ്ങളുടെ കണ്ണിനും കാണുന്നില്ലല്ലോ. ജമീന്ദാർ അമ്മേ, നിങ്ങൾ ചെയ്ത തെറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ പറയാൻ പോവുകയാണ്. ധാരാളമായി, ചെന്ന് പറ. ഞാൻ നോക്കട്ടെ നീ പറഞ്ഞതിനു ശേഷം ഗ്രാമത്തിലെ ജനങ്ങൾ എന്ത് ചെയ്യുമെന്ന്. ഇത് വെയിൽ കാലമാണ്. ഇവിടെ എന്റെ കട മാത്രമേ ഉള്ളൂ. ഗ്രാമത്തിലെ ജനങ്ങൾക്ക് എന്റെ കടയിൽ മാത്രമേ ഫാൻ വാങ്ങാനാകൂ. ഇവിടെ വേറെ ആരും ഫാൻ വ്യാപാരം ചെയ്യാറില്ല. മുതലാളി അമ്മ പറഞ്ഞത് ശരിയാണ്. പൊയ്ക്കോ. ആരെടുത്ത് പറയണം നീ പറഞ്ഞോളൂ.
ജനങ്ങളോട് ഈ ആവശ്യത്തിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അമ്മേ. അത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആപത്തായിട്ട് തീരും. പോ ഇവിടെന്ന്. അങ്ങനെ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിന് ഞങ്ങൾ ബൈ ബൈ പറയും. തരുൺ പുതിയ ഫാൻ വാങ്ങാതെ തന്നെ തന്റെ റിപ്പയറായ ഫാൻ എടുത്തുകൊണ്ട് അവിടെ നിന്നും പുറപ്പെട്ടു പോയി. പിന്നെ തന്നോട് താനെ സംസാരിച്ചു. ഈ അമ്മയും പറയുന്നത് വളരെ ശരിയാണ്. പല വർഷങ്ങളായിട്ടും നമ്മൾ ഈ കാര്യത്തിനെ പറ്റി ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. എന്തിനാണ് നമ്മുടെ ഫാനുകൾ ഇത്രയും പെട്ടെന്ന് റിപ്പയർ ആവുന്നതെന്ന്. അതേപോലെ തന്നെ ഇവർ ശരിയാക്കുന്നതിന് പകരം ഇവർ പുതിയത് വാങ്ങുന്നു പറഞ്ഞപ്പോൾ ആലോചിച്ചില്ലല്ലോ. തരുൺ തന്നെത്താനെ സംസാരിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അപ്പോഴാണ് ഫോറിൻ സയന്റിസ്റ്റ് അദ്ദേഹത്തെ കണ്ടത്. ആ സയന്റിസ്റ്റ് അദ്ദേഹത്തോട് ചോദിച്ചു, ഹലോ, നിങ്ങൾ ഈ ഗ്രാമത്തിലാണോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ. എന്ത് പറ്റി? എന്തിനാ ഇത്ര നിങ്ങൾ വിഷമത്തോടെ നിൽക്കുന്നത്? തരുൺ ഗ്രാമത്തിലെ പ്രശ്നത്തെക്കുറിച്ചും പിന്നെ ആ ജമീന്ദാർ അമ്മയെക്കുറിച്ചും ആ സയന്റിസ്റ്റിനോട് പറഞ്ഞു. അത് കേട്ടിട്ട് സയന്റിസ്റ്റ് തരുണിനോട് എന്തു പറഞ്ഞെന്നാൽ, ഒന്നും വിഷമിക്കേണ്ട. ഈ ഗ്രാമത്തിൽ എന്തിനാ ഇങ്ങനെ വെയിലടിക്കുന്നതെന്ന് വിചാരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ അത് ശരിയാക്കാൻ വേണ്ടി ഞാൻ അതുപോലെയുള്ള ഒരു AC ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് വെയിൽ കാലത്തിൽ ഡ്രസ്സും ഉണ്ടാക്കി തന്നേക്കും. ഞാനൊരു മുഖ്യമായ ജോലിക്ക് വേണ്ടി എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ AC ഞാൻ നിന്റെ അടുത്ത് തരാം. വരൂ, എൻ്റെ പുറകിലേക്ക് തന്നെ വരൂ. സയന്റിസ്റ്റ് തരുണിനെ തന്റെ ചെറിയ ലാബിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു AC വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ ഒരു സാധാരണ AC പോലെ ആയിരുന്നു. AC-യെ കാണിച്ച് സയന്റിസ്റ്റ് തരുണിനോട് എന്തു പറഞ്ഞെന്നാൽ, ഈ AC നിന്റെ വീട്ടിലേക്ക് എടുത്തിട്ട് പോയിക്കോളൂ. ഇതിൽ നീ ഏത് ഡ്രസ്സ് മേലെ വെക്കുന്നുണ്ടോ അതേപോലുള്ള ഡ്രസ്സ് ഇത് നിനക്ക് ഉണ്ടാക്കി തന്നേക്കും. അത് എപ്പോഴും നിന്നെ കൂളായിട്ട് വെച്ചോളും. അത് എങ്ങനെ ഉണ്ടാവും വെച്ചാൽ നിന്റെ വെയിൽക്കാലം പോലും കുളിർകാലം പോലെയും ഉണ്ടാകും. സത്യമാണോ? സത്യം തന്നെയാണ്. ഞാൻ എന്തിനാണ് നിനക്കിത് തരുന്നത് വെച്ചാൽ, കാരണം ഞാൻ എൻ്റെ നാട്ടിലേക്ക് അവസരമായിട്ട് പോയേക്കണം. ഞങ്ങളുടെ വീട്ടിലുള്ള പൂച്ച ഞങ്ങളുടെ വീട്ടിലുള്ള റിമോട്ട് കഴിച്ചു പോയി. അതുകൊണ്ടാണ്. എന്ത്? ഒന്നുമില്ല. നീ ഇത് ഇവിടെ നിന്ന് എടുത്തിട്ട് പോയേക്ക്. പിന്നെ ഇത് എവിടെ വെക്കണം അവിടെ വെച്ചോളൂ. അതിനുശേഷം നിനക്ക് ഇതിൽ നിന്ന് ഡ്രസ്സും എടുക്കാൻ പറ്റും. തരുൺ ആ AC എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നു. പിന്നെ നടന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്റെ ഭാര്യ ഷീലിനോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാര്യ ഷീലു അദ്ദേഹത്തോട് പറഞ്ഞു, ചേട്ടാ, നിങ്ങൾ ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കൂ. ശരിക്കും ഡ്രസ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. പിന്നെ ഈ AC റിമോട്ടിൽ ഒരേ ഒരു ബട്ടൺ മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും കാറ്റ് വരുമോ എന്ന് പോലും അറിയുന്നില്ല. തരുൺ AC-യുടെ സ്വിച്ച് ഓൺ ചെയ്തു. അദ്ദേഹം ഓൺ ചെയ്തതും തന്നെ AC-യിൽ നിന്നും ഒരു പ്രകാശം വന്ന് തരുണിനെ സ്കാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ AC-യിൽ എവിടെ നിന്നാണോ കാറ്റ് വരുന്നത് അവിടെ നിന്നും ഡ്രസ്സ് വരാൻ തുടങ്ങി. ആ ഡ്രസ്സിന്റെ മുൻപിൽ ഒരു വലിയ നിലാവും ഉണ്ടായിരുന്നു. ഈ AC ശരിക്കും ടീഷർട്ട് തന്നിട്ടുണ്ടല്ലോ. വേഗം നിങ്ങൾ ഇത് എടുത്തിട്ട് നോക്കൂ. തരുൺ ഉടനെ ആ ഷർട്ട് എടുത്ത് ഇട്ടു. ആ ഷർട്ട് അദ്ദേഹം ഇട്ടതും തന്നെ അദ്ദേഹത്തിന് വളരെ സമാധാനവും സന്തോഷവും തോന്നി. നല്ല തണുപ്പായിരിക്കുന്നത് പോലെ തോന്നി. ഇതിനു മുമ്പ് ഇത്രയും നന്നായിട്ട് കിട്ടിയിട്ടേ ഇല്ല. നീ ഇതിൽ തന്നെ ഡ്രസ് അങ്ങ് എടുത്തേക്ക്. എനിക്ക് മാത്രമോ? ഈ ഗ്രാമത്തിന് മൊത്തം ഡ്രസ് എടുക്കാം. എന്നിട്ട് നോക്കൂ ആ ജമീന്ദാറമ്മയുടെ വ്യാപാരം ഞാൻ എങ്ങനെ നിർത്തുന്നുവെന്ന്. അടുത്ത ദിവസം ഷേലുവും തരുണും ആ AC ഉപയോഗിച്ച് ഒരു കട തുറന്നു. പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾക്ക് അവർ AC ഡ്രസ് വിൽക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ ഗ്രാമത്തിലെ ജനങ്ങൾ ഫാൻ വാങ്ങുന്നത് നിർത്തി. കാരണം ഇപ്പോൾ എല്ലാവരുടെ കൈവശവും AC ഡ്രസ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ജമീന്ദാർ അമ്മ ദക്ഷിണോട് വന്ന് എന്തു ചോദിച്ചെന്നാൽ, എന്തുപറ്റി? എന്താ കച്ചവടം നടക്കാത്തത്? വെയിൽക്കാലം എത്തി, ഇനിയും നീ ഒരു ഫാൻ പോലും വിൽക്കാതെ വെച്ചിരിക്കുന്നല്ലോ. AC ഡ്രസ്സിനെ കുറിച്ച് ദക്ഷ് ജമീന്ദാർ അമ്മയോട് പറഞ്ഞു. അത് കേട്ടിട്ട് ജമീന്ദാർ അമ്മ പറഞ്ഞു, അതാണോ കാര്യം? അതെ മുതലാളി അമ്മേ. പിന്നെ ഞാൻ മറ്റൊരു കാര്യം കണ്ടിരുന്നു. ആ തരുൺ AC എവിടെ വേണമെങ്കിലും അവൻ വെച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ അവൻ അത് വളരെ എളുപ്പമായിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ നമ്മൾ ആ AC മോഷ്ടിക്കണം. ജമീന്ദാർ അമ്മ ആ AC മോഷ്ടിക്കാനുള്ള പദ്ധതി ഒരുക്കി. ഒരു ദിവസം രാവിലെ തരുൺ തന്റെ കട ഓപ്പൺ ചെയ്തപ്പോൾ ദക്ഷ് തരുണിന്റെ കടയിലേക്ക് വന്നു. എടോ, ഇവിടെ നോക്ക് തരുൺ, നിന്റെ ഭാര്യ വല്ലാതെ വഴുക്കി വീണിട്ടുണ്ട്. അവൾ നിന്നെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്ത്? എങ്ങനെ? ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയേക്കാം. തരുൺ ഇക്കാര്യം കേട്ടിട്ട് തന്റെ ഭാര്യ ഷേലുവിനെ കാണാനായി ചെന്നു. ഉടനെ ജമീന്ദാർ അമ്മ അവിടേക്ക് എത്തി. കണ്ടോ ഞാൻ ഉണ്ടാക്കിയ പദ്ധതി എത്ര നല്ലതാണെന്ന്? വാവ്, ഞാൻ എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചത്. മുതലാളി അമ്മന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. വായടയ്ക്ക്. ആദ്യം ഈ AC എടുത്തിട്ട് എന്റെ പുറകെ വീട്ടിലേക്ക് വാ. ദക്ഷ ആ AC എടുക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം നോക്കി. ആ AC-യുടെ മുകളിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു.
മുതലാളിയമ്മേ, ഇതിന്റെ മേലെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ, ആന്റി തീഫ്. ഈ എന്തോ ആന്റി തീഫ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിന് ഞാനെന്ത് ചെയ്യാനാ? തിരിക്കെ, ആദ്യം ഇത് എടുത്തിട്ട് ഇവിടെ നിന്നും തിരിക്കെ. അവർ AC മോഷ്ടിച്ചുകൊണ്ട് ജമീന്ദാറമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. ആ AC ചുമരിൽ ഫിക്സ് ചെയ്തു. മുതലാളിയമ്മേ, നമുക്കങ്ങ് തുടങ്ങിയാലോ? തീർച്ചയായും. ACയുടെ ദക്ഷ് AC ഓൺ ചെയ്തു. അതിൽ അവരെ പോലെ തന്നെ ഡ്രസ്സസ് പുറത്തേക്ക് വന്നു. പക്ഷേ ഇപ്പോൾ അതിൽ നിലവിന് പകരം സൂര്യനുണ്ടായിരുന്നു. ജമീന്ദാറമ്മയും ദക്ഷും രണ്ടുപേരും പുതിയ AC ഡ്രസ് എടുത്ത് അണിഞ്ഞു. അവർക്ക് തണുപ്പിന് പകരം നല്ല ചൂട് അനുഭവപ്പെട്ടു. അയ്യോ, ഇത് നല്ല ചൂട് തോന്നിക്കുന്നുണ്ടല്ലോ. നിൽക്ക്, ഞാനിത് അഴിച്ചിട്ട് വന്നേക്കാം. മുതലാളിയമ്മേ, ഈ ഡ്രസ്സ് അയക്കാൻ പറ്റുന്നില്ല. ഇത് നമ്മളുള്ള കുടുങ്ങി പോയിട്ടുണ്ട്. ഇതൊക്കെ ആന്റി തേഫാണ് നടന്നിരിക്കുന്നത്. ഇത് നമ്മൾ വീണ്ടും തരന്റെ അടുത്ത് തന്നെ കൊടുത്തേക്കണം. രണ്ടുപേരും ആ AC എടുത്തുകൊണ്ട് തരുണിന്റെ കടയിലേക്ക് ചെന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവിടെ ശാലുവും നിൽക്കുന്നുണ്ടായിരുന്നു. എന്തുപറ്റി? മോഷ്ടിച്ചിട്ടും തികഞ്ഞില്ലേ നിങ്ങൾക്ക്? അവസാനം ഇങ്ങനെ മോഷ്ടിക്കാനും നിങ്ങൾ തുടങ്ങിയല്ലേ? ഇല്ല, ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കില്ല. മോളെ, ഞങ്ങളോട് ക്ഷമിക്കണേ. ചൂട് താങ്ങാനാവുന്നില്ല. നിങ്ങളെ ക്ഷമിക്കണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം മകനെ. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും നല്ല ഫാൻ നിങ്ങൾ തരണം. പിന്നെ നിങ്ങൾ ഗ്രാമത്തിൽ വിട്ടങ്ങ് പോയേക്കണം. വീണ്ടും ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. ശരി മോനെ, ഞാൻ സമ്മതിക്കുന്നു. തരുൺ അവർ രണ്ടുപേർക്കും മാപ്പ് നൽകി.